നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസാദ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന ഒരു വളരെ നിർണായകമായ ഒരു കമ്പനിയുടെ വിശേഷമാണ്. ഇവർ എയറോസ്പേസ് കോമ്പോണൻസും ടർബൈൻസും എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കപ്പെടുന്നത് എയറോസ്പേസ് രംഗത്തും അതുപോലെ ഡിഫൻസ്, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ രംഗങ്ങളിലുമാണ്. വളരെ നിർണായകമായ ഈ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു കോമ്പറ്റീറ്റർ പോലും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. തെലങ്കാനയിലെ ഹൈദരാബാദാണ് ഈ കമ്പനിയുടെ ആസ്ഥാനം. 740 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 240 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികൾ, ബാക്കി ഓഫർ ഫോർ സെയിലുമാണ്. ഡിസംബർ 20 കമ്പനി മാർക്കറ്റിലേക്ക് എത്തുന്നത്. എന്തായാലും നമുക്ക് ഈ പ്രധാനപ്പെട്ട കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കപ്പെടുന്നത് ഡിഫൻസ്, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ, എയറോസ്പേസ് മേഖലകളിലെ ഒറിജിനൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3D റൊട്ടേറ്റിംഗ് എയർഫോയിൽ ബ്ലേഡുകൾ, അതുപോലെ ടർബൈൻ എൻജിൻസ്, പിന്നെ വൈറ്റലായിട്ടുള്ള മറ്റ് കോമ്പോണൻസും എല്ലാം അത് ഏത് മേഖലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഫൻസ്, സിവിൽ എയർക്രാഫ്റ്റ്, അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റ്, ഇതിനെല്ലാം ഉപയോഗിക്കപ്പെടുന്ന എക്യുപ്മെൻറ്റ്സാണ്. അതുകൂടാതെ ഗ്യാസ്, ന്യൂക്ലിയർ, ടർബൈൻസും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് എനർജി ജനറേഷൻ സെക്ടറിലാണ്. ആസാദ് എഞ്ചിനീയറിംഗിന് ഇപ്പോൾ ഹൈദരാബാദിൽ 4 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഉള്ളത്. അതിൻ്റെ ടോട്ടൽ വലിപ്പം പറയുകയാണെങ്കിൽ 20,000 സ്ക്വയർ മീറ്ററാണ് ടോട്ടൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ. അത് കൂടാതെ ഇപ്പോൾ 2 പുതിയ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ കൂടി അവർ നിർമ്മിക്കുന്നുണ്ട്. അതായത് സിദ്ദിപ്പറ്റ് ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ സംഗറഡി ഡിസ്ട്രിക്റ്റിലും. അത് രണ്ടും തെലങ്കാനയിൽ തന്നെയാണ്. പുതിയ 2 എണ്ണം കൂടി വരുന്നുണ്ട്. അതിൻ്റെയും വലിപ്പം ഏകദേശം ഇത്രയും തന്നെ ഉണ്ടായിരിക്കും. കമ്പനിക്ക് ഇപ്പോൾ 1300ഓളം എംപ്ലോയീസും ഏകദേശം 250ഓളം കോൺട്രാക്റ്റ് ലേബേഴ്സുമാണുള്ളത്. ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ ക്ലയൻസിൽ ചിലരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ ഏകദേശം നേട്ടം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജനറൽ ഇലക്ട്രിക്, ഹണിവെൽ ഇൻ്റർനാഷണൽ INC, പിന്നെ മിസ്തുബുഷി ഹെവി ഇൻഡസ്ട്രീസ്, സീമെൻസ് എനർജി, ഇറ്റാവൺ എയർസ്പേസ്, അതുപോലെ തന്നെ മാൻ എനർജി തുടങ്ങിയിട്ടുള്ള വലിയ ഇൻ്റർനാഷണൽ കമ്പനികളെല്ലാം തന്നെ ഇവരുടെ കസ്റ്റമേഴ്സാണ്. പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിന്നൊരു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പോലും അവർക്ക് USA, ജപ്പാൻ, യൂറോപ്പ്, ചൈന തുടങ്ങിയ മേഖലകളിലുള്ള കമ്പനികളുമായിട്ട് ചെറിയ കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കമ്പനിയുടെ ആരംഭകാലം മുതൽ USA-യിലേക്കും ചൈനയിലേക്കും യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കമ്പനി ഉപകരണങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ റവന്യൂവിൻ്റെ സിംഹഭാഗവും വരുന്നത് അവരുടെ പുറത്തുള്ള അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ലോങ് ടൈം കോൺട്രാക്റ്റ് ഉള്ള അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നാണ്. അതായത് 2023 അത്തരത്തിൽ റവന്യൂ വന്നിരിക്കുന്നത് 89.69% 2023 എക്സ്പോർട്ട് വഴി ലഭിച്ചിരിക്കുന്ന 202.31 കോടി രൂപയും ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 49.37 കോടി രൂപയുമാണ്. ഇനി ആസാദ് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് മറ്റു വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ, കമ്പനിയുടെ പ്രൊമോട്ടർ ഈ ചിത്രത്തിൽ കാണുന്ന രാകേഷ് ചോബ്ദാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഇഷ്യൂവിന് തൊട്ടു മുമ്പ് 78.61% ഓഹരികളുമുണ്ട്. ഇനി വാല്യുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ EPS 1.79, P റേഷ്യോ 292.74 ഇഷ്യൂവിന് ശേഷം. ഇനി റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 4.23%, NAV 42.3 പെർ ഷെയർ എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഈ കമ്പനി എന്തിനാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ നടത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ ക്യാപിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഫണ്ട് റേസ് ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ കുറച്ച് കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ 240 കോടിയുടെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന പണം കമ്പനി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ചില ഏരിയകളിൽ പിയർ കമ്പനികളായിട്ട് വരുന്ന കുറച്ച് കമ്പനികളുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. MTAR എന്ന് പറയുന്നത് MTAR ടെക്നോളജീസ് ലിമിറ്റഡ്, അവരുടെ ബേസിക് EPS 33.62 എന്നാണ്. പിന്നെ പാരസ് ഡിഫൻസ് സ്പേസ് ടെക്നോളജീസ്, അവരുടേത് 9.25 ബേസിക് EPS.
ഡൈനാമിക് ടെക്നോളജീസ് ലിമിറ്റഡ്, ഡൈനാമാറ്റിക്സ് ടെക്നോളജീസ് ലിമിറ്റഡ്, അവരുടേത് 67.32 ബേസിക് ആയിട്ടുള്ള EPS. പിന്നെയുള്ളത് ത്രിവേണി ടർബൈൻ ലിമിറ്റഡ്, ആ കമ്പനിയുടേത് 5.97. അപ്പോൾ ഇതാണ് അതിൻ്റെ പെയർ കമ്പനികളായിട്ട് പറയുന്നത്. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, ആനന്ദ് രാത്തി സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ഇത്രയുമാണ് ലീഡ് മാനേജേഴ്സ്. ഇതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇനി നമുക്ക് ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2021 റവന്യൂ 122.72 കോടി രൂപയാണ് കമ്പനിക്കുള്ളത്. 2022 ആയപ്പോഴത്തേക്കും അത് 199.26 എന്നും 2023 ആയപ്പോൾ റവന്യൂ 261.52 എന്നും ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് 2022നും 2023നും ഇടയിൽ ഈ 31% കമ്പനിയുടെ റവന്യൂവിൽ വർധനവുണ്ടായിട്ടുള്ളത്. ഈ അറ്റത്തെ കോളം 2024 ഹാഫ് ഇയർലി കണക്കുകളാണ്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, അറ്റാദായം നോക്കുകയാണെങ്കിൽ 2021 11.5 കോടിയും അടുത്ത വർഷം 2022 29.46 കോടിയും, അതിൻ്റെ അടുത്ത വർഷം 2023 8.47 കോടിയുമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അതായത് 2022 29.46 കോടി രൂപയുടെ വരുമാനം ഉണ്ടായിരുന്ന കമ്പനിക്ക് അത് 2023 ആയപ്പോൾ 8.47 കോടി, അതായത് 71% ഒരു ഇടിവാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ സംഭവിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കിയപ്പോൾ അത് തീർച്ചയായിട്ടും കമ്പനിയുടെ ഇയർലി വൺ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് അമോർട്ടൈസേഷൻ കാരണമാണ് എന്നാണ് അതിൻ്റെ വിശദീകരണം കാണുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് മികച്ചതാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആസാദ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ ഇഷ്യൂ വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഡിസംബർ 20 മുതൽ 22 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 499 രൂപ മുതൽ 524 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. അതൊരു ഫുള്ളി പ്രൈസ്ഡ് ഓഹരിയാണെന്ന് തന്നെ നമുക്ക് പറയാം. 240 കോടി രൂപയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഫ്രഷ് ഓഹരികൾ. ഓഫർ ഫോർ സെയിൽ 500 കോടി രൂപയ്ക്കുള്ളതും ടോട്ടൽ വരുമ്പോൾ അപ്പോൾ 740 കോടിയുടെയാണ് ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ. ഇതിലെ എംപ്ലോയീസിന് അവർ 4 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 28 ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നത്. അപ്പോൾ മാക്സിമം അവർക്ക് 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. ഒരു ലോട്ടാണ് 28. HNIസിന് 13 മുകളിൽ, അതായത് 14 മുതൽ 68 ലോട്ട് വരെയാണ് HNIസിന് അപ്ലൈ ചെയ്യാവുന്നത്. അവർക്ക് 15% ഓഹരികളാണ് HNIസിന്, 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. 35% നമുക്ക് റീറ്റെയിലേഴ്സിന് തരുന്നത്. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ ഡിസംബർ 26 ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് ഡിസംബർ 28 ആയിരിക്കും. ഇനി ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുന്നത്, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 3097.52 കോടിയായിരിക്കും ഇഷ്യൂ കഴിയുമ്പോൾ. ഇതിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 11.82 കോടിയുമായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇത് ഒരു മൊണോപ്പൊളിയാണ് ഈ കമ്പനി എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പുതിയ കമ്പനി ഈ രംഗത്ത് വരികയാണെങ്കിൽ ഏകദേശം 15 മുതൽ 20 വർഷം പിടിക്കും ഈ കമ്പനിയുടെ ഒപ്പം എത്താനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡുള്ളൊരു കമ്പനിയാണ്. വിദേശങ്ങളിലേക്ക് വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള എക്യുപ്മെൻറ്റ്സാണ് ഇവർ കയറ്റി അയക്കുന്നത്. ഇന്ത്യൻ ഡിഫൻസിനും ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ആസാദ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൻ്റെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. അതോടൊപ്പം തന്നെ വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾ എൻകറേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.